ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അവിടുന്ന് നമ്മെ സ്നേഹിച്ചുവെന്ന ചാക്രിയ ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ദിവസങ്ങളിലൂടെ നമ്മൾ പഠിക്കുകയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 4-ാമത്തെ ചാക്രിയ ലേഖനമാണിതെന്ന് നമുക്കറിയാം. ഇതിലെ 17 മുതൽ 23 വരെയുള്ള ഖണ്ഡികകളാണ് ഇന്ന് നമ്മൾ പഠിക്കാനായി പോവുക. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കണമേ. ഹൃദയം സകലങ്ങളെ യോജിപ്പിക്കുന്നുവെന്ന പ്രധാന ഘട്ടങ്ങളിലാണ് 17 മുതൽ 23 വരെയുള്ള ഖണ്ഡികകൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അതിലെ 17-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹൃദയം എല്ലാ ആധികാരിക ബന്ധങ്ങളെയും സാധ്യമാക്കുന്നുവെന്ന് ഈ 17-ാമത്തെ ഖണ്ഡിക പറയുന്നു. ഹൃദയം രൂപപ്പെടുത്താത്ത ഒരു ബന്ധവും നിലനിൽക്കുകയില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ലേഖനം പറയുന്നു, ഹൃദയം രൂപപ്പെടുത്താത്ത ബന്ധത്തിന് വ്യക്തിവാദം മൂലമുണ്ടാകുന്ന വിഘടനത്തെ മറികടക്കാൻ കഴിയുകയില്ല. രണ്ട് ഏകകങ്ങൾ തമ്മിൽ പരസ്പരം സമീപിച്ചേക്കാം, പക്ഷേ അവ ഒരിക്കലും യഥാർത്ഥത്തിൽ ബന്ധപ്പെടുകയില്ല എന്ന് പറയുകയാണ്. അതിന് ഉദാഹരണമായി പറയുന്ന കാര്യം ഇതാണ്. നാർസിസവും സ്വാർത്ഥതയും ആധിപത്യം പുലർത്തുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിൽ കൂടുതലായിട്ട് ഹൃദയശൂന്യതയായിരിക്കും ഉണ്ടാവുക. ഇത് കാലാന്തരത്തിൽ ആഗ്രഹമില്ലായ്മയിലേക്കും മോഹമില്ലായ്മയിലേക്കും ഒക്കെ നയിക്കും. മറ്റു വ്യക്തികളൊക്കെ അവരുടെ ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷരാകുമ്പോൾ, നാം തന്നെ സൃഷ്ടിച്ച മതിലുകൾക്കുള്ളിൽ നാം കുരുങ്ങി ആരോഗ്യപരമായ ബന്ധങ്ങൾ സാധ്യമാകാത്ത വിധത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങും. തൽഫലമായിട്ട് ദൈവത്തെങ്കിലേക്കുള്ള ഒരു തുറവി അത് അസാധ്യമായി തീരും. ഹൈഡഗർ പറയുന്ന വാക്യമാണ് ഈ 17-ാം ഖണ്ഡിക അവസാന ഭാഗമായിട്ട് പരിശുദ്ധ പിതാവ് ചേർത്ത് വച്ചിരിക്കുന്നത്. അതിതാണ്: ദൈവികതയിലേക്കുള്ള തുറവിന് നാം ഒരു അതിഥി മന്ദിരം പണിയേണ്ടിയിരിക്കുന്നു എന്ന് പറയുകയാണ്. നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കാം. മതിലുകൾ കെട്ടി ഹൃദയത്തിൻ്റെ ആ യഥാർത്ഥമായ ബന്ധങ്ങളെ വളർത്തുവാനും അങ്ങനെ ഒരു ദൈവികതയിലേക്കുള്ള തുറവ് കൊണ്ടുവരുവാനും സാധിക്കുന്ന ഹൃദയത്തെ നാം എത്രമാത്രം കരുതുന്നുണ്ട്, എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, എത്രമാത്രം അതിനെ വില കൊടുക്കുന്നുണ്ട് എന്ന് ഈ ഖണ്ഡികയിലൂടെ പരിശുദ്ധ പിതാവ് നമ്മോട് ചോദിക്കുക. 18-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഹൃദയത്തിൽ ആത്മബന്ധം എന്നുള്ളതാണ്. മാർപ്പാപ്പ പറയുന്നു, ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരു പ്രത്യേകമായ സ്ഥലമുണ്ട്. അവിടെ സ്വയം അറിയപ്പെടാനും മറ്റുള്ളവരെ സ്വീകരിക്കാനും ഒരുപാട് സാധ്യതകളുണ്ട്. അതിനാണ് ഹൃദയമെന്ന് പറയുന്നത്. ഉദാഹരണമായി നമ്മുടെ മനസ്സിൽ ഒരു ബാലനെ ചിന്തിച്ചാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഒരു ചെറിയ കുട്ടിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ കുട്ടി അച്ഛനെയോ അമ്മയോ ആദ്യം എങ്ങനെ സ്വീകരിക്കുന്നു? മുഖത്തെ ചിരിയും കയ്യടിയും കൊണ്ടല്ലേ? ഒരു ചെറിയ ചിരിയിലൂടെയാണ്. അത് ഹൃദയത്തിലൂടെ വരുന്ന ഒരു തുറവിയാണ്. തൻ്റെ അപ്പനെയും അമ്മയെയും കാണുമ്പോൾ ഒരു ബാലൻ അല്ലെങ്കിൽ ചെറിയ കുട്ടി എങ്ങനെയാണ് അവരെ സ്വീകരിക്കുന്നത്? അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ 2 കാര്യം ചെയ്യണമെന്ന് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചാക്രിയ ലേഖനത്തിലൂടെ. ഒന്നാമതായിട്ട്, ആദ്യം നമ്മളെ തന്നെ ആത്മാർത്ഥമായി സ്വയം അംഗീകരിക്കുക. വ്യക്തിപരമായി സ്വയം അംഗീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ അംഗീകരിക്കാനായിട്ട് സാധിക്കണം എന്ന് പരിശുദ്ധ പിതാവ് പറയുന്നു. സ്വയം അംഗീകരിച്ചവന് മാത്രമേ മറ്റുള്ളവരെയും അംഗീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിലേ നാമായി തീരുകയുള്ളൂ എന്ന് പറയുകയാണ്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ
എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതി. എവിടെ ചെന്നാലും എപ്പോഴും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയൊരു പരാതിയാണ് എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. അതിനാദ്യമായി ചെയ്യേണ്ടത് പരിശുദ്ധ പിതാവ് തന്നെ പറയുന്നുണ്ട്, ആത്മാർത്ഥമായി സ്വയം അംഗീകരിക്കുക. സ്വയം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെയാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ കുറവുകൾ, നിറവുകൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക. അതായത് ആത്മാർത്ഥമായി സ്വയം അംഗീകരിക്കുക. എങ്കിൽ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മറ്റുള്ളവരെ അംഗീകരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഞാനായിത്തീരും. ഇല്ല എങ്കിൽ പലപ്പോഴും ഞാൻ എന്നെ തന്നെ സ്വയം മനസ്സിലാക്കാതെ, അംഗീകരിക്കാതെ ഞാൻ മറ്റുള്ളവരെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും ശ്രമിക്കുമ്പോഴാണ് വ്യക്തിബന്ധങ്ങളിലൊക്കെ കുറവുകളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതും എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു കാര്യം വരുന്നത്. അതിനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞത്. വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ആത്മാർത്ഥമായി സ്വയം അംഗീകരിക്കുക. അപ്പോൾ മറ്റുള്ളവരെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കും. അതുവഴിയായിട്ട് നാം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും. 19ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ചരിത്രത്തെ ഏകോപിപ്പിക്കാനും സമന്വയിപ്പിക്കുവാനും ഹൃദയം പ്രാപ്തമാണ് എന്ന് ഈ ഖണ്ഡിക നമ്മെ പഠിപ്പിക്കുന്നു. കുറച്ചും കൂടെ ലളിതമായി പറഞ്ഞാൽ, പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യന് സകലതിൻ്റെയും അർത്ഥം നൽകാൻ കഴിയുന്ന ഒരിടമുണ്ട്, അത് ഹൃദയമാണ്. വീണ്ടും കുറച്ചും കൂടെ ലളിതമായി പറഞ്ഞാൽ, പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യന് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടതിൻ്റെ അർത്ഥം പോലും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിവുള്ള ഒരിടമാണ് ഹൃദയം. കാര്യങ്ങൾ ഹൃദയം കൊണ്ട് കണ്ട പരിശുദ്ധ കന്യകയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ ഒരു വലിയ സത്യം നമ്മെ പഠിപ്പിക്കുന്നത്. സുവിശേഷത്തിൽ കാണുന്ന കാര്യം നമുക്കറിയാമല്ലോ. പരിശുദ്ധ കന്യക മറിയം മാർയോസേപ്പ് പിതാവുമായി വിവാഹം നിശ്ചയിച്ചിരിക്കെ പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അതിനു മുമ്പ് മാലാഖ വന്ന്, ഗബ്രിയേൽ മാലാഖ വന്ന് പരിശുദ്ധ അമ്മയോട് സംസാരിക്കുകയാണ്. ഇതെല്ലാം നിന്നിൽ സംഭവിക്കും. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവയെക്കുറിച്ച് ധ്യാനിക്കുന്നതിലൂടെ താൻ അനുഭവിച്ച കാര്യങ്ങളുമായി സംവദിക്കാൻ അവൾക്ക് സാധിച്ചു. ആർക്ക്? പരിശുദ്ധ കന്യകാമറിയത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതായത് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ഈ നാട്ടിൽ നടപ്പുള്ള കാര്യമല്ല. അതായത് തൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. അതൊരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് ഇങ്ങനെ സംഭവിച്ചാൽ അപ്പുറത്ത് സംഭവിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ ആ രക്ഷാകര പദ്ധതിയുടെ കാര്യം നിൽക്കുന്നു. യഹൂദ പാരമ്പര്യമനുസരിച്ചുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ചുള്ള ചിന്തയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വെളിപാട് കിട്ടിയപ്പോൾ ഉണ്ടായിരിക്കുന്ന ദൈവിക പദ്ധതിയെക്കുറിച്ചുള്ള ചിന്തയും, ഈ രണ്ട് കാര്യങ്ങളെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവയെക്കുറിച്ച് ധ്യാനിക്കുന്നതിലൂടെ പരിശുദ്ധ കന്യകാമറിയം അനുഭവിച്ച ഒരു സമ്പാദനമുണ്ട്. അത് ഹൃദയത്തിലാണ്. ഹൃദയം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും മികച്ച ആവിഷ്കാരമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നാം ഇത് കാണുന്നത്. രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. മറിയം ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അത് സിന്തേരൈ എന്ന് പറയുന്ന ലത്തീൻ പദമാണ് ആ വാക്കിന് ഉപയോഗിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ധ്യാനിച്ചു, ഷിംബാലൂസ, ധ്യാനിച്ചു കൊണ്ടിരുന്നു എന്ന് നമ്മോട് പറയുന്നുണ്ട്. ഈ രണ്ട് സംഭവങ്ങളെയും, ദൈവികമായ ആ വലിയ ആഹ്വാനത്തെയും നാട്ടുനടപ്പിൽ ഉള്ള കാര്യത്തെ, ഈ രണ്ട് കാര്യത്തെയും പരിശുദ്ധമ്മയുടെ ഹൃദയത്തിൽ അവൾ സംഗ്രഹിച്ചു, ഒരുമിച്ച് കൂട്ടി സംഗ്രഹിച്ച് ധ്യാനിച്ചു. സിന്തേരൈ, ഷിംബലൂസ എന്നീ രണ്ട് വാക്കുകളാണ് അവിടെ ഉപയോഗിക്കുക. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം
19 വാക്യവും 51 വാക്യവുമാണ് നമ്മൾ ഈ കാര്യം കണ്ടത്. അത് 2 ഗ്രീക്കിലെ 2 ക്രിയ വാക്കുകളാണ് ഉപയോഗിക്കുക. സിംബലൈനും അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം ധ്യാനിക്കുക എന്നുള്ളതാണ്. അതായത് ഒരാളുടെ മനസ്സിൽ 2 കാര്യങ്ങൾ ഒരുമിച്ച് ചേർക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ്. ഒരുവന് മനസ്സിൽ 2 കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് അതിനൊരു തീരുമാനമുണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ തന്നോട് തന്നെയുള്ള സംഭാഷണം, അവയെക്കുറിച്ച് വിചിന്തനം നടത്തിക്കൊണ്ടാണ് ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ്, തന്നോട് തന്നെ ഒരു സംഭാഷണം പറയുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കെ, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യത്തിൽ ഉപയോഗിക്കുന്ന ക്രിയാപദമാണ് ഡൈത്തേറൈ, സംഗ്രഹിക്കുക. അവൾ സംഗ്രഹിച്ചത് അവൾ കാണുകയും കേൾക്കുകയും ചെയ്തതിൻ്റെ ഓർമ്മ മാത്രമല്ല, പ്രത്യുത അവൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയ ചില സവിശേഷതകൾ കൂടിയാണ്. മനസ്സിലാക്കിയെടുക്കണം. പരിശുദ്ധമ്മയുടെ ഉദാഹരണം വെച്ചുകൊണ്ട് പറയുകയാണ്, പെട്ടെന്ന് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധ പിതാവ് ആ വലിയൊരു രഹസ്യത്തെ, വലിയൊരു രഹസ്യാത്മകതയെ വളരെ മനോഹരമായി നമുക്ക് പരിചയമുള്ള പരിശുദ്ധ അമ്മയുടെ ആ ഒരു ജീവിതം വെച്ചുകൊണ്ട്, ആ ഒരു സംഭവം വെച്ചുകൊണ്ട് പറയുകയാണ്. അവൾ സംഗ്രഹിച്ചത് അവൾ കാണുകയും കേൾക്കുകയും ചെയ്തതിൻ്റെ ഓർമ്മ മാത്രമല്ല. അതായത് ദൈവദൂതൻ വന്ന് അവളോട് സംസാരിച്ചു, കേട്ടു എന്നതു മാത്രമല്ല, അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ചില ദൈവിക പദ്ധതി കൂടി അവിടെയുണ്ട്. അതിനാണ് ആ സവിശേഷതകൾ കൂടി അവൾ സംഗ്രഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഹൃദയം അത് ഒരുമിച്ച് ചേർക്കപ്പെടാനുള്ള ഇടമാണ്. ദൈവികമായ ചിന്തകളെയും മാനുഷികമായ ചിന്തകളെയും ഒരുമിപ്പിക്കുന്ന ഒരിടം തന്നെയാണ് എന്ന് പരിശുദ്ധ പിതാവ് പറയാതെ ഈ വചനഭാഗത്ത് അല്ലെങ്കിൽ ഈ ഖണ്ഡികയിൽ നമ്മോട് പറയുകയാണ്. 20-ാമത്തെ ഖണ്ഡികയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മനസ്സിലുള്ള ഓർമ്മകൾ, ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള ഓർമ്മകളുടെ ഇരിപ്പിടമാണ് ഹൃദയമെന്ന് പരിശുദ്ധ പിതാവ് ഈ ചാക്രിയ ലേഖനത്തിലൂടെ, പ്രത്യേകിച്ച് ഈ ഖണ്ഡികയിലൂടെ നമ്മോട് പറയുകയാണ്. മാർപ്പാപ്പ പറയുന്നത് വളരെ ഹൃദയസ്പർശിയായ ഒരു കാര്യമാണ്. നമുക്കൊരുപാട് സ്മരണകൾ നമ്മുടെ മനസ്സിലുണ്ട്. അതെല്ലാം സൂക്ഷിക്കപ്പെടുന്നത് ഹൃദയത്തിലാണ്. ഒരു കുട്ടി അമ്മയോടൊപ്പം അടുക്കളയിൽ അടയുണ്ടാക്കാൻ സഹായിക്കുന്നത്, രാത്രിയിൽ അപ്പൻ വരുന്നത് നോക്കിയിരിക്കുന്നത്, ഒരു ചെറിയ ചിരിയാൽ അപ്പനെ സന്തോഷത്തോടെ കണ്ടെത്തുന്നത്, ഈ ചെറിയ കാര്യങ്ങളെല്ലാം അവൻ്റെ ആ ചെറിയ കുട്ടിയുടെ ഹൃദയത്തിൽ ഓർമ്മകളായി സൂക്ഷിക്കപ്പെടുകയാണ്. വീണ്ടും കുറേ ഓർമ്മകൾ കൂടി മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടല്ലോ. അമ്മയുടെ കൂടെ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് സഹായിച്ചപ്പോൾ അതൊരു പാചകകലയുടെ പരിശീലനത്തിൻ്റെ ആരംഭമായിരുന്നു. അത് പ്രായപൂർത്തിയാകുമ്പോൾ ഒരു പരസ്പരം സഹായിക്കലിൻ്റെ, ഒരുമിച്ച് ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്ത ഹൃദയത്തിൻ്റെ പ്രബോധനമായി അത് മാറുകയാണ്. അതെല്ലാം ചെറുപ്പത്തിലെ ആ കുട്ടിയുടെ ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെടുന്ന ഓർമ്മകളായി. അതുപോലെ തമാശകൾ പറഞ്ഞ് ഉളവാക്കിയ നമ്മുടെ ചെറിയ ചിരികൾ, നമ്മുടെ റൂമിൻ്റെ ജനാലയുടെ വാതിലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ചില സന്തോഷകരമായ കാഴ്ചകൾ, ഇല്ലെങ്കിൽ ആ ജാലകത്തിലൂടെ, ജനലിലൂടെ അകത്തേക്ക് അരിച്ചിറങ്ങി വരുന്ന വെളിച്ചത്തിൽ നാം കണ്ട ഒരു ചിത്രം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ചില ഓർമ്മകളാണ്. നമ്മുടെ പുസ്തകത്താളുകളിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ചില പടങ്ങൾ, പുഷ്പങ്ങൾ, പക്ഷിക്കൂട്ടിൽ നിന്നും താഴെ വീഴുന്ന പുതുതായി ചിറകുമുളച്ച ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ കുഞ്ഞ് തൂവലുകൾ, ആ പക്ഷിക്കുഞ്ഞിനെ സ്നേഹപൂർവ്വം നിരീക്ഷിക്കുമ്പോൾ
അതിൻ്റെ ആ പക്ഷിക്കുഞ്ഞിനെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ഒരു കരുതൽ, ഉത്കണ്ഠ, ഒരു ചെറിയ ചെടിയെ വച്ച് പിടിപ്പിച്ച് അതിൽ പൂക്കൾ വിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഓർമ്മകളാണ്. ഈ ഓർമ്മകളുടെ ഒരു സൂക്ഷിപ്പ് കേന്ദ്രമാണ് ഹൃദയം. ഇവയെല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ സൂക്ഷിക്കപ്പെടുന്ന അമൂല്യ ഓർമ്മകളായിട്ട് നിലനിൽക്കുന്നുവെന്ന് 20-ാമത്തെ ഖണ്ഡികയിൽ പരിശുദ്ധ പിതാവ് പറയുന്നു. 21-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മുടെ പഠനം പ്രവേശിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ഭൗതികവും മാനസികവും ആത്മീയവുമായ എല്ലാ വിധത്തിലുമുള്ള ഒരു പ്രണയത്തിൻ്റെ വാസസ്ഥലമാണ് ഹൃദയം. അല്ലെങ്കിൽ ഹൃദയത്തിലാണ് എല്ലാം ഏകീകരിക്കപ്പെടുന്നത്. ഒരു മനുഷ്യൻ്റെ മാനസികമായ കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ, ഇവയെല്ലാം ഏകീകരിക്കപ്പെടുന്നത് ഹൃദയത്തിലാണ് എന്നാണ് 21-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം ഭരണം നടത്തുന്നുവെങ്കിൽ ഏറ്റവും മനോഹരമായ, സമ്പൂർണമായ, പൂർണ്ണതയുള്ള, തിളക്കമാർന്ന രീതിയിൽ നാം ആരായിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവോ ആ വ്യക്തികളായിത്തീരും. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ട് എങ്കിൽ നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ട് എപ്പോഴുമായി തീരും. ആരായിരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു അതായിത്തീരും. ഓരോ വ്യക്തിയെയും അല്ലെങ്കിൽ ഓരോ സൃഷ്ടിയെയും തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ സ്നേഹത്തിന് വേണ്ടിയാണ്. നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഈ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഈ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ആഴമുള്ള പ്രാണ കേന്ദ്രമെന്നൊക്കെ പറയുന്നത്. സ്ത്രീയുടെ ആണേലും പുരുഷൻ്റെ ആണേലും ആഴത്തിലുള്ള പ്രാണകേന്ദ്രമെന്ന് പറയുന്നത് ഹൃദയമാണ്. കാരണം മനുഷ്യൻ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. എല്ലാ സൃഷ്ടികളും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഭൗതികമായ കാര്യങ്ങളിലും മാനസികമായ കാര്യങ്ങളും ആത്മീയമായ കാര്യങ്ങളും എല്ലാ വിധത്തിൽ അതെല്ലാം ഏകീകരിക്കപ്പെട്ടിരിക്കുന്നത് ഹൃദയത്തിലാണ്. നമ്മൾ ഇന്നലെ ധ്യാനിച്ചപ്പോൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, എല്ലാം ഹൃദയം കൊണ്ട് ചെയ്യണം. എല്ലാ പ്രവൃത്തികളും ഹൃദയത്തിൽ നിന്നാകുമ്പോൾ അതിനൊരു പൂർണ്ണതയുണ്ട്, അതിൽ നന്മയുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെ എല്ലാം ഹൃദയത്തിൽ ഏകീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വേണ്ടി. 22-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ ഹൃദയനഷ്ടത്തെക്കുറിച്ചാണ് പരിശുദ്ധ പിതാവ് വളരെ വേദനയോടെ സംസാരിക്കുന്നത്. ലോകത്ത് നമ്മൾ യുദ്ധങ്ങൾ കാണുന്നു, അന്യായങ്ങൾ കാണുന്നു, ക്രൂരതകൾ കാണുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നുന്നത്? ലോകത്തിന് ഹൃദയം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു എന്ന് തന്നെയാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. മനുഷ്യരുടെ വേദനയിൽ ആരും ദയ കാണിക്കുന്നില്ല. ഏറ്റവും അക്രമവും കൊടികുത്തി വാഴുന്ന ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് പക്ഷത്തുമുള്ള അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മൃതദേഹത്തിന് മുമ്പിൽ വിലപിക്കുന്നു. ആ വലിയൊരു കാഴ്ച പരിശുദ്ധ പിതാവ് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുകയാണ്. പ്രായമായവർ ഭവനങ്ങൾ നഷ്ടപ്പെട്ട് ജീവിക്കാനായിട്ട് വിധിക്കപ്പെടുന്നു. ഒന്നും കാണാൻ കണ്ണില്ലാത്ത അല്ലെങ്കിൽ ഹൃദയമില്ലാത്ത ഒരു ജനതയാണ് എന്നുള്ളതാണ് പരിശുദ്ധ പിതാവ് വേദനയോടെ പറയുക. ഈ യുദ്ധങ്ങൾ കാണുമ്പോഴും ഇതൊന്നും ഹൃദയം കൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വേദനയാണ്. തൻ്റെ അവസാനത്തിൽ തങ്ങൾക്ക് ലഭിക്കേണ്ട വിശ്രമത്തിന് പകരം വാർദ്ധക്യത്തിലെത്തിയവരെ അമ്മമാരോട് അനുഭവിക്കുന്ന ഭീതിയും അവരനുഭവിക്കുന്ന ദ്രോഹവും തീവ്രമായ ദുഃഖവുമൊക്കെ നമ്മുടെ മനസ്സുകളിൽ പോലും പതിക്കാതെ പോകുന്ന വിധത്തിൽ ഹൃദയം ശൂന്യമായി തീരുന്ന ഒരു ലോകത്തെ കുറിച്ചാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. ഇത് നമ്മളെ ഉണർത്തേണ്ട ഒരു കാലഘട്ടമാണ്. നമുക്ക് തിരിച്ച്
നടക്കേണ്ട ഒരു കാലഘട്ടമെന്ന് പറയാം, അല്ലെങ്കിൽ തിരിച്ചു ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ചിന്തിക്കേണ്ട ഇതാണ്: നമ്മൾ ഹൃദയമുള്ളവരാണോ, സ്നേഹിക്കാൻ കഴിയുന്നവരാണോ? അങ്ങനെയെങ്കിൽ പരിശുദ്ധ പിതാവിൻ്റെ ഈ വേദനയ്ക്ക് നമുക്കൊരു പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഹൃദയമുള്ളവരായി തീരണം, സ്നേഹിക്കാൻ കഴിവുള്ളവരായി തീരണം. അപ്പോൾ യുദ്ധങ്ങളുണ്ടാകാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും, അന്യായങ്ങളുണ്ടാകാതെ പോകാൻ സാധിക്കും, ക്രൂരതകളുണ്ടാകാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതാണ് പരിശുദ്ധ പിതാവ് 22ാമത്തെ ഖണ്ഡികയിലൂടെ നമ്മോട് പറയുക. 23ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു ചോദ്യത്തിനുള്ള ക്ഷണമായിട്ടാണ് പരിശുദ്ധ പിതാവ് ഇത് ആരംഭിക്കുക. എനിക്ക് ഹൃദയമുണ്ടോ? ഈ ഒരു ചോദ്യത്തോടുകൂടി ഈ ഒരു ഭാഗം അവസാനിക്കുകയാണ്. നമ്മളോടൊരു ആത്മശോധന നടത്തുവാൻ പരിശുദ്ധ പിതാവ് ആവശ്യപ്പെടുന്നു. ഒരു കുറച്ച് സമയം നിശബ്ദതയിലിരിക്കുക, ഒന്ന് ധ്യാനിക്കുക. നമുക്കൊരു ഹൃദയമുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. നമ്മോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. വീണ്ടും, നാം സത്യമായി സ്നേഹിക്കുന്നവരാണോ? നമ്മുടെ അസ്തിത്വം സ്നേഹത്തിൽ നിമിത്തമാകുന്നവയാണോ? ഈ ചോദ്യമാണ് മനുഷ്യജീവിതത്തിൻ്റെ മൂലചോദ്യം എന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. എനിക്ക് ഹൃദയമുണ്ടോ? നാം സത്യമായി സ്നേഹിക്കുന്നവരാണോ? നാം സത്യത്തിൽ സ്നേഹത്തിൽ അസ്തിത്വം ഉള്ളവരാണോ? ഈ മൂന്ന് മൂലചോദ്യങ്ങൾ നമ്മോട് ചോദിക്കണം. ജോലിയും വിദ്യാഭ്യാസവും നമ്മുടെ സ്റ്റാറ്റസുമൊക്കെ അതിൻ്റെ പുറകിലാണെന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. ഹൃദയത്തിൽ സ്നേഹമുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്താനായി സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ചോദിക്കാവുന്ന ഏറ്റവും നിർണായകമായ ചോദ്യമാണ്: എനിക്കൊരു ഹൃദയമുണ്ടോ എന്നത് തന്നെ. അതാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. ഈ ഖണ്ഡിക പഠിക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: എനിക്കൊരു ഹൃദയമുണ്ടോ? എന്നെ തന്നെ മനസ്സിലാക്കാൻ, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, ലോകത്തിൻ്റെ വേദനകളെ കാണാൻ ഒക്കെ കഴിയുന്ന ഒരു ഹൃദയം നമുക്കുണ്ടോ? ഇല്ല എങ്കിൽ അത് രൂപപ്പെടുത്തണം എന്ന് തന്നെ പരിശുദ്ധ പിതാവ് നമ്മോട് ആവശ്യപ്പെടുന്നു. നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പഠനം നമുക്ക് അവസാനിപ്പിക്കാം. ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ യോജിപ്പിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, എനിക്കൊരു ഹൃദയമുണ്ടോ? എന്നെ തന്നെ മനസ്സിലാക്കുവാൻ, മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ, ലോകത്തിൻ്റെ വേദനകൾ കാണുവാൻ കഴിയുന്ന ഒരു ഹൃദയം എനിക്കുണ്ടോ എന്ന് ഞാൻ ചോദിക്കുവാനും, ആ ഒരു ഹൃദയം എൻ്റെ ഉള്ളിൽ നിറയുവാനും രൂപപ്പെടുത്തുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ മേൽ അലിവായിരിക്കണമേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ ജീവിതത്തിൽ വലിയ സ്നേഹമുള്ള ഒരു ഹൃദയം നൽകി അനുഗ്രഹിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കണമേ. ഇനി നമുക്ക് ചോദ്യോത്തര വേളയിലേക്ക് പ്രവേശിക്കാം.